നമസ്കാരം. എൻ്റെ പേര് ബാലസുബ്രഹ്മണ്യൻ. ഞാനിവിടെ എറണാകുളത്ത് എളമക്കരയിൽ ജയരാജ് പൈപ്പ് ട്രേഡേഴ്സ് എന്നൊരു ഫേം നടത്തുകയാണ്. ജയരാജ് പൈപ്പ് ട്രേഡേഴ്സ് എല്ലാവിധ പൈപ്പുകളും, അതായത് GI പൈപ്പ്സ്, MS പൈപ്പ്സ്, സീംലെസ് പൈപ്പ്സ്, ബോയിലർ പൈപ്പ്സ്, ബോയിലർ ട്യൂബ്സ്, PVC പൈപ്പ്സ്, ഫിറ്റിങ്സ്, വാൾസ്, ഫ്ലാഞ്ചസ്, ഇതുപോലെ എല്ലാ ഐറ്റംസും വി പ്രൊവൈഡ് ടോട്ടൽ സൊല്യൂഷൻസ് ടു ഇൻഡസ്ട്രിയൽ ആസ് വെൽ ആസ് ഡൊമസ്റ്റിക് പൈപ്പിംഗ്. ഞങ്ങൾ ജിൻഡാളിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഫോർ GA ആൻഡ് MS പൈപ്പ്സ്. അപ്പോളോവിൻ്റെ സെക്ഷൻസ്, റെക്ടാങ്കുലർ ഹോളോ സെക്ഷൻസ് ആസ് വെൽ ആസ് സ്ക്വയർ സെക്ഷൻസ് ചെയ്യുന്നുണ്ട്. സുപ്രീമിൻ്റെ PVC പൈപ്പ്സ്, റേസർ, ലീഡർ, സൊലോട്ടോ എന്ന കമ്പനികളുടെ വാൾസ്, ഇതുപോലെ എല്ലാവിധ ഫോർജ്ഡ് ഫിറ്റിങ്സ്, വാൾസ്, ഫ്ലാഞ്ചസ്, അതുപോലെ എല്ലാ ഐറ്റംസും ചെയ്ത് വി പ്രൊവൈഡ് ടോട്ടൽ സൊല്യൂഷൻസ്. ഇന്നത്തെ കണ്ടംപററി ആയിട്ട് ഇൻഡസ്ട്രിയിൽ, അതായത് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ സ്റ്റീലിന് ഒരു വളരെ വലിയ സ്ഥാനം തന്നെയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാം കൺസ്ട്രക്ഷൻസ് ഒരു 20 വർഷം 15 വർഷം മുമ്പ് വരെ നമ്മൾ ഈ കോൺക്രീറ്റും മരവും എല്ലാം കൂടെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കൺസെപ്റ്റ് മാറിയിട്ട് ഇന്ന് സ്റ്റീലിൽ തന്നെ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്സ് വരാനുള്ള ടൈമായിട്ടുണ്ട്. ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീലിനെ കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ എങ്ങനെയെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഈസ് മച്ച് ലെസ്സർ. അതുമാത്രമല്ല, ടൈം ഫാക്ടർ, ഇതിപ്പോൾ 1 വർഷത്തിൽ തീർക്കേണ്ട ബിൽഡിംഗ് നമുക്ക് 3 മാസത്തിൽ തീർക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആൻഡ് അതുമാത്രമല്ല, ഇറ്റ് ഈസ് വെരി ഈസി ടു ഓപ്പറേറ്റ് ഓൾസോ. ഇതിപ്പോൾ ഷീറ്റ്സും ഈ ചാനൽസും സെക്ഷൻസും വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ any multi-storied building can be constructed at almost 1/3 or 2/3, at least one by half the time that you want to. ഒരു കൺസ്ട്രക്ഷൻ, ഒരു multi-storied building കോൺക്രീറ്റ് വെച്ച് ചെയ്യുന്നതിൻ്റെ പകുതി സമയം കൊണ്ട് തന്നെ നമുക്ക് തീർക്കാൻ പറ്റും. അതുമാത്രമല്ല, പ്രൈസിങ് ഫാക്ടർ നോക്കുകയാണെങ്കിൽ ഇന്നത്തേക്ക് ഈ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ്റെയും ബാക്കിയുള്ള കണ്ടംപററി ഇതിന് പോയിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 30 to 40% ചീപ്പർ ആയിരിക്കും സ്റ്റീൽ കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ. So steel is going to be a big player in the construction market as well as building industry and the construction industry and for the infrastructure industry also in the times to come. Namakku future is definitely dependent on steel.